പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാരാനാഥ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒപ്പം തന്നെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനം അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചാണ്. കുടുംബങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിൽ അകലമുണ്ടായത് മാറ്റി ദൈവത്തിൻ്റെ കൃപയാൽ, ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം സഹോദരങ്ങളും ബന്ധുക്കളൊക്കെ അനുരഞ്ജനത്തിലേക്ക് വരുന്ന കൂദാശയെക്കുറിച്ച് അല്ലെങ്കിൽ അനുരഞ്ജനത്തിൻ്റെ ഇടപെടലിനെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, വരുവിൻ നമുക്ക് രമ്യതപ്പെടാമെന്ന് ദൈവം പറയുന്നുണ്ട്. വരുവിൻ നമുക്ക് രമ്യതപ്പെടാം, നിങ്ങളുടെ പാപം എത്ര കടിഞ്ഞുവപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ആയിരുന്നാൽ അത് പഞ്ഞു പോലെ നിർമ്മലമായി തീരുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ ഒരു വാക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യത്തോടെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ, നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. യേശുവേ, അങ്ങയുടെ സ്നേഹം ഞങ്ങളെ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ അനുതാപത്തിനും മാനസാന്തരത്തിനും കാരണമായി തീരുവാനും സത്യകുംഭസാരം നടത്തി ജീവിതത്തെ ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും ദൈവത്തിൻ്റെ വിശുദ്ധിയിലും ദൈവത്തിൻ്റെ സ്നേഹത്തിലും കൊണ്ടുവരുവാൻ തക്കവണ്ണം കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൽ ഒന്നായിത്തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെയും, നമ്മൾ ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പേര് മാറ്റേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. യാക്കോബിൻ്റെ പേര് ദൈവം ഇസ്രായേൽ എന്ന് ആക്കി. അത് നമ്മൾ വായിച്ചു കേട്ടതാണ്. ഇന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 29 മുതൽ തിരുവചനങ്ങളാണ് ധ്യാനിക്കുന്നത്. അവിടെ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്. യാക്കോബ് ദൈവത്തോട് ചോദിച്ചു, അങ്ങയുടെ പേര് എന്നോട് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. യാക്കോബ് അവനോട് പറഞ്ഞു, അങ്ങയുടെ പേര് എന്നോട് പറയണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്തിനാണ് എൻ്റെ പേരറിയുന്നതെന്ന് അവൻ ചോദിച്ചു. അവിടെ വെച്ച് അവൻ യാക്കോബിനെ അനുഗ്രഹിച്ചു. പേര് പറയണമെന്ന് പറഞ്ഞ യാക്കോബിനോട് ദൈവം പേര് പറയുന്നില്ല, മറിച്ച് അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് എൻ്റെ പേരറിയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അനുഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നാം നമ്മളെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ ധാരാളം ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. ഇവിടെ നമ്മൾ വായിക്കുന്നത് 30-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു, എന്നിട്ടും ഞാൻ ജീവനോടെ ഇരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു. പ്രിയമുള്ളവരെ, ദൈവത്തെ മുഖത്തോട് മുഖം കാണുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസത്താലാണ്. ഇന്ന് നമ്മൾ വിശ്വാസത്താൽ കാണുന്നു, അന്ന് നമ്മൾ മുഖത്തോട് മുഖം കാണുമെന്നാണ് പറയുന്നത്. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇവിടെ യാക്കോബ് ദൈവത്തെ മുഖത്തോട് മുഖം കണ്ടു. ഇന്ന് നമുക്ക് ദൈവത്തെ കാണുവാനായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വഴികൾ, ഒന്ന്, ഈ വേദപുസ്തകം, ഈ വിശുദ്ധ ബൈബിളിലെ ഓരോ വാക്കുകളും നമുക്ക് ദൈവത്തെ കാണുവാനുള്ള അവസരമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു എന്നാണ്. നമുക്ക് ദൈവത്തെ മുഖത്തോട് മുഖം കാണുവാൻ ഈ ബൈബിൾ നമ്മളെ സഹായിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ വചനം നമുക്ക് ദൈവത്തെ കാണുവാനുള്ള അവസരമാണ്. 2, ഓരോ വിശുദ്ധ കുർബാനയിലും നമ്മൾ ദൈവത്തെ കാണുകയാണ്. ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ രക്തമാകുന്നു എന്ന് യേശു പറഞ്ഞ ആ വചനം കൊണ്ട് ഓരോ വിശുദ്ധ കുർബാനയിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കർത്താവിൻ്റെ തിരുശരീരക്തങ്ങൾ അപ്പത്തെയും മുന്തിരിച്ചാറിനെയും രൂപാന്തരപ്പെടുത്തി തരുമ്പോൾ നമ്മൾ യേശുവിനെ
മുഖത്തോട് മുഖം കാണുകയാണ്. മൂന്നാമതായിട്ട് നമ്മൾ യേശുക്രിസ്തുവിനെ മുഖത്തോട് മുഖം കാണുന്നത്, ദൈവത്തെ കാണുന്നത് കർത്താവിൻ്റെ വചനമനുസരിച്ച് മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ നിന്നാണ്. 31 മുതൽ വാക്യങ്ങൾ. എൻ്റെ ഏറ്റവും എളിയായി സഹോദരനിൽ ഒരുവനും ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ കണ്ടു, ഉടുപ്പിച്ചു. രോഗിയായിരുന്നു, ശുശ്രൂഷിച്ചു. കാരാഗൃഹത്തിലായിരുന്നു, വന്ന് കണ്ടു. ഇങ്ങനെ വലതുവശത്തുള്ളവരെ എവിടെ വെച്ച് കണ്ടു എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരനിൽ ഒരുവനും ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന് ദൈവവചനം പറയുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, യേശു നമുക്ക് ഈ 3 വിധത്തിൽ ദൈവത്തെ മുഖത്തോട് മുഖം കാണുവാനായിട്ട് ഈ നാളുകളിൽ അവസരം നൽകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ ദൈവത്തെ മുഖത്തോട് മുഖം നമ്മൾ കാണുമ്പോൾ നാം ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ പങ്കുചേരുകയാണ്. ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ പങ്കുചേരുന്നു. 1, നമുക്ക് ദൈവിക ജ്ഞാനം കൊണ്ട് നമ്മൾ നിറയുന്നു. 2, ദൈവത്തിൻ്റെ വിശുദ്ധി കൊണ്ട് നമ്മുടെ ഹൃദയം നിറയുന്നു. 3, ദൈവത്തിൻ്റെ നീതി കൊണ്ട് നമ്മൾ നമ്മുടെ കർമ്മമണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ദൈവിക ജ്ഞാനവും ദൈവത്തിൻ്റെ വിശുദ്ധിയും ദൈവിക നീതിയും സംയോജിക്കുന്നതാണ് ദൈവ സ്വഭാവം. അല്ലെങ്കിൽ ദൈവത്തെ മുഖത്തോട് മുഖം കണ്ടു, അല്ലെങ്കിൽ ദൈവത്തെ ഞാൻ കണ്ടു എന്ന ഒരാൾക്ക് അതിൻ്റെ ഫലമായി പുറത്തേക്ക് വരുന്നത്. ഇല്ലെങ്കിൽ ഫലം നൽകാത്ത അത്തിവൃക്ഷത്തെ പോലെ നമ്മളായിത്തീരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം യാക്കോബ് പറഞ്ഞതുപോലെ നമുക്കും പറയാൻ കഴിയണം, ഞാൻ ദൈവത്തെ കണ്ടു, ദൈവത്തെ മുഖത്തോട് മുഖം കണ്ടു, എന്നിട്ടും ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു. എന്നിട്ടും ഞാൻ ജീവനോടെ ഇരിക്കുന്നു. ദൈവത്തെ മുഖത്തോട് മുഖം കണ്ടിട്ടും ജീവനോടെ ഇരിക്കുന്നു എന്നാണ്. അത്ഭുതപ്പെടുകയാണ്. ദൈവത്തെ പലർക്കും കാണാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ദൈവത്തെ മുഖത്തോട് മുഖം കണ്ടു എന്ന് പറയുമ്പോൾ അത് ജീവനോടെ ഇരിക്കുന്നു പറയുമ്പോൾ ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കരുതലാണ് യാക്കോബ് അവിടെ വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു. അവൻ പെനുവേൽ കടന്നപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു. ഉളുക്ക് നിമിത്തം അവൻ ഞൊണ്ടുന്നുണ്ടായിരുന്നു. ഉളുക്ക് മാറിയില്ല. ദൈവദൂതൻ അരക്കൊടിന് തട്ടിയപ്പോൾ അവൻ്റെ അരക്കെട്ട് ഇളകിപ്പോയത് മാറിയില്ല. ഈ ഉളുക്കെന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ ബലഹീനതയായിരിക്കാം. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കുറവ്, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞല്ലോ, എവിടെയെങ്കിലും ഒരു കുറവ് ദൈവം നമുക്ക് അനുവദിച്ചിട്ടുണ്ട്. ആ കുറവിലാണ് നാം ദൈവത്തിൻ്റെ ആ അറിവും നിറവും അനുഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിൻ്റെ മുഖം കണ്ടതുപോലെ എല്ലാവരും കാണുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. 33-ാമത്തെ അധ്യായത്തിലാണ്, ആരംഭത്തിലാണ് യാക്കോബ് തല ഉയർത്തി നോക്കിയപ്പോൾ ഏസാവ് 400 പേരുടെ അകമ്പടിയോടെ വരുന്നത് കണ്ടു എന്ന് എഴുതിയിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 33-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം. യാക്കോബ് തല ഉയർത്തി നോക്കിയപ്പോൾ ഏസാവ് 400 പേരുടെ അകമ്പടിയോടെ വരുന്നത് കണ്ടു. ഉടനെ യാക്കോബ് മക്കളെ വേർതിരിച്ച് ലേയായുടെയും റാഖേലിൻ്റെയും 2 പരിചാരികമാരുടെയും അടുക്കലായി നിർത്തി. അവൻ പരിചാരികമാരെയും അവരുടെ മക്കളെയും മുൻപിലും ലായയെയും മക്കളെയും അതിന് പുറകിലും റാഖേലിനെയും ജോസഫിനെയും ഏറ്റവും പുറകിലും നിർത്തി. അവൻ അവരുടെ മുമ്പേ നടന്നു. സഹോദരൻ്റെ അടുത്തെത്തുവോളം 7 തവണ നിലം മുട്ട് താണു വണങ്ങി. പ്രിയമുള്ളവരെ, നമ്മൾ ഇത്രയും ഭാഗം, ഈ 3 വാക്യം ഒന്ന് ചിന്തിച്ചു നോക്കി. ദൈവത്തെ മുഖാമുഖം കണ്ടു എന്ന് യാക്കോബ് പറഞ്ഞു. പക്ഷേ യാക്കോബിൻ്റെ ഭയം മാറുന്നില്ല. നമ്മളും അതുപോലെ തന്നെയല്ലേ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞത്. 29-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിച്ച ദൈവത്തെ മുഖാഭിമുഖം കണ്ടു യാക്കോബ് എന്നാണ്. ഇപ്പോൾ ഏസാവ് 400 പേരുടെ അകമ്പടിയോടെ വരുന്നത് കണ്ട് ഉടനെ യാക്കോബ്
മക്കളെ വേർതിരിച്ച് ലേയായുടെയും റാഹേലിൻ്റെയും 2 പരിചാരികമാരുടെ അടുക്കലായി നിർത്തി. ശ്രദ്ധിച്ചോളണം. എന്നിട്ട് മുൻപിൽ നിർത്തുന്നത് പരിചാരികമാരെയും അവരുടെ മക്കളെയും ആണ്. രണ്ടാമത് നിർത്തുന്നത് ലേയായെയും മക്കളെയുമാണ്. മൂന്നാമതാണ് റാഹേലിനെയും ജോസഫിനെയും നിർത്തുന്നത് ഏറ്റവും പുറകിലായി. മനുഷ്യൻ്റെ ചിന്തയെ എന്തെങ്കിലും ആപത്ത് അപകടം വന്നാൽ ആദ്യം പോകുന്നത് ഒന്ന് ചിന്തിക്കുക. ആദ്യം ഒരു കരുതൽ, രണ്ടാമത് എന്താ പറയുന്നത്, ആദ്യം പോകുന്നത് പരിചാരകൻ. ആദ്യം കൊല്ലുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഏറ്റവും പുറകിൽ നിൽക്കുമ്പോൾ പുറകോട്ട് ഓടാലോ. അപ്പം എപ്പോഴും ഒരാപത്തോ ഒരു അപകടം വരുമ്പോൾ നമുക്ക് മുന്നിൽ ദൈവത്തെ കണ്ടുവെങ്കിലും മുന്നിൽ നിൽക്കുവാനുള്ള ധൈര്യം വരുന്നില്ല. എൻ്റെ ധ്യാന വിഷയം അതാണ്. പുറകിലേക്ക് പോവുകയാണ്. മുന്നിൽ ആരെങ്കിലുമൊക്കെ പോയി ആദ്യം അതിനെയൊക്കെ തടുക്കട്ടെ. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനും ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാനൊക്കെ തോന്നുന്നത്? ദൈവത്തെ മുഖത്തോട് മുഖം കണ്ടു എന്നാണ് പറയുന്നത്. ഇവിടെ യാക്കോബിന് ഒരു ഭാരത്തിൻ്റെയും ആവശ്യമില്ല, ഒരു പ്രശ്നത്തിൻ്റെ ആവശ്യമില്ല. കാരണം ദൈവം അവൻ്റെ ജീവിതത്തെ കണ്ടു, തൊട്ടു, ബലം പിടിച്ച് അവനെ ജയിപ്പിച്ചു. പിന്നെ അവന് ഭയത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, എൻ്റെ സ്വഭാവമൊക്കെയാണ് ഇവിടെ വെളിപ്പെടുന്നത്. ഒരു ആപത്ത് വന്നാൽ മുന്നിൽ അവർ നിൽക്കട്ടെ. രണ്ടാമത് നമുക്കറിയാം, ആദ്യത്തെ ചിന്തയിൽ തെറ്റാണോ എങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ആദ്യത്തെ ചിന്തയിൽ നമുക്കറിയാം യാക്കോബ് റാഹേലിനെയാണ് സ്നേഹിച്ചത്, ആഗ്രഹിച്ചത്. ലാബാൻ ലേയായാണ് കൊടുത്തത്. അപ്പം ലേയായോട് യാക്കോബിന് അത്രമാത്രം ഇൻട്രസ്റ്റ്, താല്പര്യം ആ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് ബൈബിൾ പറയുന്നുണ്ട്. യാക്കോബിന് ലേയായോട് സ്നേഹം തോന്നിയത് റാഹേലിൻ്റെ ഗർഭപാത്രം അടച്ചു ദൈവം. ലേയായ്ക്ക് പ്രസവിക്കാനുള്ള ഗർഭപാത്രം തുറന്നു കൊടുത്തപ്പോൾ ലേയ പ്രസവിച്ചതുകൊണ്ടാണ് യാക്കോബിന് സ്നേഹമുണ്ടായതെന്നൊക്കെ, ലേയായോട് സ്നേഹമുണ്ടായതെന്നൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിൽ മുൻപുള്ള ഭാഗങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ഗണം യാക്കോബ് മുൻ നിർത്തുന്നത് ലേയായും മക്കളെയുമാണ്. ഏറ്റവും പ്രിയപ്പെട്ടത് റാഹേലും മക്കളുമാണ്. അത് ഏറ്റവും പുറകിൽ വരികയാണ്. പ്രിയമുള്ളവർ, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലൊക്കെ ഇങ്ങനെയുള്ള ഈ ചിന്തകൾ ഇപ്പോഴും ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ, ഞാൻ ആദ്യം പറഞ്ഞു, ദൈവത്തെ നമുക്കിപ്പോൾ മുഖത്തോട് മുഖം കാണാൻ കഴിയുന്ന 3 തലത്തിലാണ്. ഒന്ന്, വചനം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയും. 2, നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോൾ നമുക്ക് ദൈവത്തെ കാണാൻ കഴിയും. 3, പരദേശികൾ, പട്ടിണിപ്പാവങ്ങളോട് ഇടപഴകുമ്പോൾ നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും കുടുംബ ജീവിതത്തിലൊക്കെ നമ്മുടെ മക്കളെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ആരെയൊക്കെയാണ് നമ്മൾ കൂടുതൽ കുറഞ്ഞൊക്കെ സ്നേഹിക്കുന്നതെന്നൊക്കെ ഉള്ള ഒരു ചിന്ത, ഒരു ധ്യാനം നമുക്ക് ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയൊക്കെ ദൈവത്തെ അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും ഈ പാപങ്ങൾ നമ്മളെങ്ങനെ എന്താ പറയുക വേട്ടയാടുകയാണോ എന്ന് പരിശോധിക്കുക. 4-ാമത്തെ വാക്യം നമ്മൾ പറയുന്നു, ഏസാവാകട്ടെ ഓടിച്ചത് അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു, ഇരുവരും കരഞ്ഞു. യാക്കോബ് ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചില്ല. ഭയപ്പെട്ടതുപോലെ ഒന്നും സംഭവിച്ചില്ല. ഏസാവ് തലയുയർത്തി നോക്കിയപ്പോൾ സ്ത്രീകളെയും കുട്ടികളെയും കൊണ്ട് അവൻ ചോദിച്ചു, നിന്റെ കൂടെ കാണുന്ന ഇവരൊക്കെ ആരാണ്? ഒന്നും സംഭവിച്ചില്ല. ഏസാവ് വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ചോദിക്കുകയാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ അതിന് കാരണം? അതിന് കാരണം തൊട്ടു മുമ്പുള്ള വചനമാണ് നമ്മൾ വായിച്ചത്. 3-ാമത്തെ വാക്യം, അവൻ അവരുടെ മുമ്പേ നടന്നു, സഹോദരൻ്റെ അടുത്ത് എത്തുവോളം 7 തവണ നിലം മുട്ട് താണു വണങ്ങി. അവൻ അവരുടെ മുമ്പേ നടന്നു.
അവൻ അവരുടെ മുമ്പേ നടന്നു. സഹോദരൻ്റെ അടുത്തെത്തുവോളം 7 തവണ നിലം മുട്ടെ താണു വണങ്ങി. പരിചാരികമാർ, മക്കള്, ആദ്യ ഭാര്യ, രണ്ടാമത്തെ ഭാര്യ എല്ലാവരെയും ഗണഗണമായിട്ട് നിർത്തി മുമ്പിൽ യാക്കോബ് നടന്ന് 7 പ്രാവശ്യം നിലം മുട്ടെ താണു വണങ്ങി. അതാണ് ദൈവത്തിൻ്റെ ഇടപെടൽ വഴി മനുഷ്യൻ വിനയം ഉൾക്കൊള്ളുകയാണ്. ഭയമുണ്ട്, ചില സംഭവങ്ങളൊക്കെ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ള വിചാരമുണ്ട്, ചിലതിനെയൊക്കെ സ്നേഹിക്കുന്നതിൽ തന്നെ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നിലനിൽക്കുമ്പോൾ പോലും അറിയാതെ ഒരു വിനയം ജീവിതത്തിലേക്ക് വരികയാണ്. ഈ വിനയമാണ് പ്രിയമുള്ളവരെ നമുക്ക് മറ്റുള്ളവരുമായിട്ട് അനുരഞ്ജനപ്പെടാൻ ഇടയാകുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ആദ്യമായി ധ്യാനം കൂടി വന്നതിന് ശേഷം ഞാനും എൻ്റെ സഹോദരനും കൂടി ഒരു വീട്ടിൽ ചെന്ന് ഒരാളോട് മാപ്പ് ചോദിച്ചു. ഞങ്ങൾ കത്തിക്കുത്ത് വരെ ഉണ്ടായ ഒരു കുടുംബമാണ്. പല കാരണങ്ങൾ കൊണ്ട് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടാകുകയോ ഒക്കെ അതിൻ്റെ ഭാഗമായി അടിപിടി അക്രമങ്ങളൊക്കെ ഉണ്ടായി കത്തിക്കുത്ത്, കൊലപാതകം വരെ സംഭവിക്കേണ്ട ഒരു പ്രശ്നത്തിലേക്ക് ദൈവകൃപയാൽ കൊലപാതകം നടന്നില്ലെങ്കിൽ തന്നെ കത്തിക്കുത്തും കേസും ഒത്തിരി നാളുകൾ നീണ്ടു നിൽക്കുന്ന കേസുകളൊക്കെ ഉണ്ട്. കേസിൻ്റെ നാൾ വഴികൾ അങ്ങനെയാണല്ലോ, പ്രത്യേകിച്ച് ക്രിമിനൽ കേസുകളെന്നൊക്കെ പറയും. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങളൊരു ധ്യാനം കൂടി വന്നപ്പോൾ ഞാനും എൻ്റെ ചേട്ടനും കൂടി ആ നാളുകളായിട്ട് കേസ് നടന്ന ആ വീട്ടിൽ ചെന്ന് അവരോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഒരു ധ്യാനം കൂടിയപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുന്നത് വൈരാഗ്യത്തോടു കൂടി ജീവിക്കേണ്ടവരല്ല എന്ന് തിരിച്ചറിഞ്ഞു. ആ കാലഘട്ടത്തിൽ അന്ന് നമ്മൾ ആ പ്രശ്നങ്ങൾ നടന്ന സമയത്ത് ഞങ്ങൾ ക്ഷമിച്ചിരുന്നെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുകയായിരുന്നില്ല, ഞങ്ങൾ പിന്മാറിയിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല എന്ന് ഞങ്ങൾക്ക് ഈ ധ്യാനത്തിലൂടെ ബോധ്യമായി. അതുകൊണ്ട് ഇന്നു മുതൽ ഞങ്ങളോട് ക്ഷമിക്കണം, നമുക്ക് സ്നേഹത്തോടെ ജീവിക്കണം. ഞങ്ങളെ വീട്ടുകാരിൽപ്പെട്ട ആളുകൾ കൂടിയാണ്. സ്നേഹത്തോടെ ജീവിക്കണം. ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം മേടിച്ച് കുടിച്ച് അങ്ങനെ കൈ കൊടുത്ത് പിരിഞ്ഞു പോന്നു. പിന്നീട് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവർ ആ വ്യക്തിയും ആ കുടുംബവുമായിട്ട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതേസമയം അതിനു മുമ്പ് അവരെക്കുറിച്ച് ഞങ്ങളോട് ആരെങ്കിലും പറയുകയോ ഞങ്ങളെക്കുറിച്ച് അവരോട് ആരെങ്കിലും പറയുകയോ ചെയ്യുമ്പോഴൊക്കെ ഈ ഞരമ്പ് വലിഞ്ഞു മറുകണ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നേർക്ക് നേരെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ വീണ്ടും അവരെ ഉപദ്രവിക്കണം, വീണ്ടും അതിന്മേൽ എന്താ പറയുന്നത് പ്രതികാരം ചെയ്ത് ജയം നേടണമെന്നുള്ള വിചാരമുണ്ടായിരുന്നൊരു കാലമുണ്ടായിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ വെളിച്ചം ധ്യാനത്തിലൂടെ ഉള്ളിൽ വന്നപ്പോൾ എനിക്കും എൻ്റെ ചേട്ടനും, ഞങ്ങൾ 5 ആൺമക്കളാണ്, ഞാനും എൻ്റെ മൂത്ത ചേട്ടനും എൻ്റെ നേരെയുള്ള ചേട്ടനും കൂടി പോയി ആ വീട്ടിൽ ഞങ്ങളാണ് അതിൽ കൂടുതൽ പങ്കാളികളായി തീർന്നത്. ഞങ്ങൾ ചെന്ന് ഇങ്ങനെ സംസാരിച്ചു, ആ കുടുംബവുമായിട്ട് അനുരഞ്ജനപ്പെട്ടത് സാഹചര്യത്തിൽ ഇപ്പോൾ ഞാൻ ഓർത്തു എന്നേ ഉള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ അവർ ജ്യേഷ്ഠൻ ഏസാവ് വന്ന് യാക്കോബിനോട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ കാരണം, ചുംബിക്കാൻ കാരണം പ്രിയമുള്ളവരെ യാക്കോബ് എൻ്റെ മനോഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കഴിഞ്ഞകാല ജീവിതത്തിൽ പല കാരണങ്ങൾ കൊണ്ട് അപ്പനോടാകാം, അമ്മയോടാകാം, സഹോദരനോടാകാം, സഹോദരിയോടാകാം, ബന്ധുമിത്രങ്ങളോടാകാം, അയൽക്കാരോടാകാം, നാട്ടുകാരോടാകാം, ആരോടെങ്കിലുമൊക്കെ ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദൈവമക്കളായ നിങ്ങൾ സാധിക്കുന്നിടത്തോളം, നമ്മളിപ്പോൾ അങ്ങോട്ട് ചെന്ന് എന്ത് പറഞ്ഞാലും ഇങ്ങോട്ട് കൊല്ലാൻ വരുന്ന അനുഭവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, പ്രാർത്ഥിക്കുകയല്ലാതെ. സാധിക്കുന്നിടത്തോളം സമാധാനത്തിൽ വർദ്ധിക്കാൻ, അനുരഞ്ജനപ്പെട്ടു പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാൻ നമുക്ക്. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന കർത്താവേ, യാക്കോബും ഏശാവും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ കെട്ടിപ്പിടിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ അകലങ്ങളിലായിപ്പോയി, ദൂരദേശങ്ങളിലായിപ്പോയി, വൈരാഗ്യത്തോടെ ഇന്ന് ഞങ്ങൾ പെരുമാറുന്നുണ്ട് കർത്താവേ. എന്നാൽ ഈ വചനം ഞങ്ങൾ കേട്ടു,
എളിമപ്പെടണം, വിനയപ്പെടണം, അനുരഞ്ജനം സാധ്യമാകണമെങ്കിൽ ആരെങ്കിലും ഒരാൾ എളിമപ്പെടണമെന്നുള്ള ഒരറിവ് കർത്താവേ നീ ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം ചെയ്യുന്നു. ആരോടൊക്കെയെങ്കിലും വൈരാഗ്യമോ വിദ്വേഷമോ വെറുപ്പൊക്കെ ഉണ്ടെങ്കിൽ കർത്താവെ തിരുമുമ്പാകെ സമർപ്പിക്കുകയാണ്. ക്രൂസിലെ സ്നേഹം കൊണ്ട് ഞങ്ങളെ പൊതിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ. നിത്യപിതാവുമത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ. ഹാലേലുയാ, ഹാലേലുയാ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി.